എൻ്റെ അനിയന് 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇവൻ്റെ ഒരു അശ്രദ്ധ മൂലം ഇവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അത് ഇവൻ്റെ തലയോട്ടിക്കാണ് അത് ബാധിച്ചത്. 7 മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിന് പുറകെ തന്നെ കിടന്നു. 1 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. ഡോക്ടർ നമ്മൾ കൈ ഒഴിഞ്ഞതാണ്. നമുക്ക് ആദ്യത്തെ സർജറിക്ക് നമുക്കൊരു 6 ലക്ഷത്തോളം ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ എന്നാലും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ സർജറി ചെയ്തിട്ട് കാര്യമില്ല, അവന് കിട്ടില്ല. ഇവന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഞങ്ങൾ ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തത് ഇവൻ്റെ കയ്യിലെ ടാറ്റു വെച്ചിട്ടാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. കാരണം ഇവൻ്റെ മുഖമൊക്കെ അത്രയും എൻ്റേർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവന് നമുക്ക് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാവത്തും കൂടി ഒരു ഫാമിലിയായി ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ എമർജൻസി സർജറിക്ക് കയറ്റിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവന് കിട്ടില്ല, ഇവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇവൻ്റെ തലയോട്ടിക്ക് 2 കണ്ണിന് 2 കവള്, ഒരു താടിയല്, പിന്നെ റൈറ്റ് ലെഗിനാണ് ഇവന് പറ്റിയത്. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി നിങ്ങൾ സർജറി ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി നമ്മുടെ കൃപാസന മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോന്നു ഉടമ്പടി എടുക്കാനായിട്ട്. കാരണം എൻ്റെ പപ്പ 1.5 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. അതിന് ശേഷമാണ് ഇവൻ്റെ ഈ ഒരു ആക്സിഡൻറ്റ്. നമ്മുടെ കുടുംബത്തിലൊരു ആൺതരി എന്ന് പറയാനായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെയും കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരെ എത്തി. അപ്പോഴാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വന്നതും നമ്മൾ ഉടമ്പടി എടുത്തതും. ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്കിവിടെ തേനും ഉപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ 1 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. നമ്മളിവനെ കാണാൻ കയറുന്ന സമയത്ത് നമ്മളിവൻ്റെ ശരീരത്ത് നമ്മൾ നാവിൽ തേനും പിന്നെ ഇവൻ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇവന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്നിട്ടും നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇവൻ ശരിയാകും. കാരണം അത്രയും വളരെ മോശമായിരുന്നു ഇവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് പ്രാർത്ഥനയായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും രാത്രിയും മാതാവിനെ വിളിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഇവൻ്റെ കൈ പതുക്കെ ചലിക്കാൻ തുടങ്ങി. ഇവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് സാറൊരു ഹോപ്പ് തന്നത്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല മരുന്ന് കൊണ്ട് ആണ് ഇവന് ഇത്രയും ഭേദമായെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാനത് എവിടെയും പറയും, ഞാനും എൻ്റെ കുടുംബവും എവിടെയും പറയും, കൃപാസന മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഇവന് ഈ നിലയിൽ നിൽക്കുന്നത്.